പ്രിയപ്പെട്ടവരെ, അഗാപ്പെ എന്ന പദം ദൈവസ്നേഹത്തെ പ്രകാശിപ്പിക്കുന്ന ലക്ഷണയുക്തമായ വാക്കാണ്. ഈ പദത്തിൻ്റെ അർത്ഥത്തിനുള്ളിൽ പരിത്യാഗം മറഞ്ഞിരിപ്പുണ്ട്, ത്യാഗസന്നദ്ധത ഒളിഞ്ഞിരിപ്പുണ്ട്, ജീവനർപ്പിക്കാൻ പോലും സന്നദ്ധമാണത്. അൺകണ്ടീഷണൽ ലവ്, ഇഷ്ടപ്പെടലല്ല, നഷ്ടപ്പെടലാണിവിടെ. കാരുണ്യപൂർവം കവിഞ്ഞൊഴുകുന്ന സ്നേഹം. യോഹന്നാൻ 15:13, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം. യോഹന്നാൻ 11:16. ഈ രണ്ട് തിരുവചനങ്ങൾ ഒരുമിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് സമ്പൂർണമായ അർത്ഥത്തിൽ അഗാപ്പെ. സ്നേഹിതനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ദിവ്യസ്നേഹം. സ്നേഹത്തിനു വേണ്ടി എന്ന വാക്കിന് ഇപ്പോൾ മനസ്സിൽ ഒരടിവരയിട്ട് സൂക്ഷിച്ചുകൊള്ളുക. അഗാപ്പയിൽ ഒരാൾ അപരന് വേണ്ടിയാവുകയാണ്. വിശദമാക്കാം. റോഡരികിലുള്ള തോട്ടത്തിൽ കുരുമുളക് പറിക്കുകയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ. പെട്ടെന്ന് ഒരുവൻ നിന്നിരുന്ന ഏണി മരത്തിൽ നിന്നും തെറ്റി കരണ്ട് കമ്പിയിലേക്ക് മറിഞ്ഞു വീണു. ഷോക്കേറ്റുകൊണ്ടിരുന്ന ആ സുഹൃത്ത് നിലവിളിച്ചു പറഞ്ഞു, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന്. തൊട്ടടുത്ത് കുരുമുളക് പറിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ നിലവിളി കേട്ട് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ മറ്റൊന്നും കിട്ടാതിരുന്നതിനാൽ അവൻ നിന്നിരുന്ന പച്ച ഏണിയുമായി ഓടിവന്ന് സുഹൃത്തിനെ തട്ടി താഴെയിട്ട് രക്ഷിച്ചു. ഒരു നിമിഷം മറ്റൊന്ന് സംഭവിച്ചു. പച്ച ഏണിയിലൂടെ കരണ്ട് പ്രവഹിച്ച് രക്ഷപ്പെടുത്തിയ സുഹൃത്ത് രക്ഷപ്പെട്ടവന്റെ മുന്നിൽ പിടഞ്ഞു മരിച്ചു. രക്ഷിച്ചവൻ രക്ഷപ്പെട്ടവന് വേണ്ടിയായി മാറി, അഥവാ പകരക്കാരനായി തീർന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. രക്തദാനം ജീവദാനമാണെന്ന് പരസ്യം വായിച്ച് രക്തമെടുത്താൽ മരിച്ചു പോകുമെന്ന് തെറ്റിദ്ധരിച്ച 14 വയസ്സുള്ള പെങ്ങളോട് അത്യാസന്ന നിലയിലായിരുന്ന കുഞ്ഞാങ്ങളയ്ക്ക് വേണ്ടി ഡോക്ടർ ചോദിച്ചു, നിന്റെ രക്തം കുറച്ചെടുത്ത് നൽകിയാൽ കുഞ്ഞാങ്ങളെ രക്ഷപ്പെടും, സമ്മതമാണോ? ചോദ്യം കേട്ട് അവളുടെ അജ്ഞത മൂലം നടുങ്ങിത്തരിച്ചുപോയ ആ കുഞ്ഞ് അല്പനേരത്തെ മൗനത്തിന് ശേഷം തീരുമാനിച്ചുറച്ച പോലെ പറഞ്ഞു, ശരി ശരി ഡോക്ടറെ, ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞാങ്ങളെ ജീവിക്കണം. അജ്ഞത മൂലമാണെങ്കിൽ പോലും ആ കൊച്ചുകുഞ്ഞ് തൻ്റെ കുഞ്ഞാങ്ങളുടെ പകരക്കാരിയാകാൻ തീരുമാനിക്കുകയായിരുന്നു. അവളുടെ സമ്മതം തൻ്റെ ജീവൻ എടുത്തുകൊള്ളാനുള്ളതായിരുന്നു. ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും തടവ് ചാടിയ ഗയോണിഷക്കിന് വേണ്ടി 1941 ആഗസ്റ്റ് 14 ഹിറ്റ്ലറുടെ നാസികളാൽ കാർബോളിക് ആസിഡ് കുത്തിവെക്കപ്പെട്ട് ജീവനർപ്പിക്കുമ്പോൾ പുണ്യപുരോഹിതനായ മാക്സിമിലിയൻ കോൾബെ എന്ന വൈദികൻ വേണ്ടിയാവുകയായിരുന്നു, പകരക്കാരനാവുകയായിരുന്നു ഗയോണിഷക്കിൻ്റെ. തൻ്റെ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ അനുവദിച്ചാൽ താൻ മരിക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെ തൃണവൽക്കരിച്ച് അരുമക്കുഞ്ഞിന് ജന്മം നൽകി വീരചരമമടഞ്ഞ ധീരവനിത ജിയന്ന ബൊററ്റ മോള വേണ്ടിയായി മാറി. അവൾ തൻ്റെ കുഞ്ഞിൻ്റെ പകരക്കാരിയായി. അതെ, കലർപ്പിൻ്റെ കണിക പോലുമില്ലാത്ത ദിവ്യസ്നേഹത്തിൻ്റെ കലവറയാണ് അഗാപ്പെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുന്ന നമ്മെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉറവിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്നേഹിതന് വേണ്ടി എന്ന വാക്ക് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ അതൊന്ന് ഓർക്കുക.